ഈമാനിന്റെ കാതലായ ഭാഗമാണ് അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കൽ. ഇബ്ലീസിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ പലയിടത്തും പറയുന്നത് വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് വിശ്വാസമില്ലാത്തവനാണ്, ഇബ്ലീസ് നന്ദികേട് കാണിച്ചവനാണ്. എന്റെ ഇബ്ലീസിന്റെ വിശ്വാസക്കുറവ്. അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, മലായികത്തിൽ വിശ്വാസമുണ്ട്, സ്വർഗത്തിൽ വിശ്വാസമുണ്ട്, നരകത്തിൽ വിശ്വാസമുണ്ട്, പുനർജന്മത്തിലും വിശ്വാസമുണ്ട്. ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ ഇബ്ലീസ് ചോദിച്ച ഓഫർ, പുനർജന്മ നാള് വരെ നീ എനിക്ക് ഹയാത്ത് തരണേ എന്നാണ്. നാളെ കൊടുത്തു അത് പറ്റിയൊരു തരികിടാണ്. കാരണം പുനർജന്മ നാള് വരെ ഹയാത്ത് എന്ന പിന്നെ മരണമില്ലല്ലോ. അപ്പൊ മരിക്കരുത് എന്നാണ് ഇബ്ലീസിന്റെ പൂതി. ആ പൂതി അള്ളാഹു കൊടുത്തില്ലെങ്കിലും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല ഓഫർ കൊടുത്തു. ഇബ്ലീസ് പറഞ്ഞതെന്താ? പുനർജന്മ നാൾ വരെ. അപ്പൊ ഇബ്ലീസിന് അതും വിശ്വാസമുണ്ട്. ഇതൊക്കെ വിശ്വാസം ഉണ്ടായിട്ട് ഇബ്ലീസ് എനിക്ക് പുറത്തായത്. വകാന മിനൽ കാഫിരീൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആദരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, എല്ലാ മലക്കുകളും ആദരിച്ചപ്പോ ഇല്ലാ ഇബ്ലീസ് ഇസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു മാറി നിന്നു. ഇബ്ലീസ് അവിടെ യുക്തിവാദിയായി മാറി. ഇബ്ലീസ് എന്താ പറഞ്ഞത്? എന്നെ തീയിൽ നിന്നാ സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണിൽ നിന്നാ സൃഷ്ടിച്ചത്. തീയിനല്ലേ മണ്ണിനേക്കാളും പവർ ഉള്ളത്. അതുകൊണ്ട് പവറുള്ള ആളല്ലേ മസ്റ്റ് ബി റെസ്പെക്റ്റഡ്. പവറുള്ള ആളല്ലേ ആദരിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് എന്നെയാണ് ആദരിക്കേണ്ടത്, ആദമിനെ അല്ല എന്ന ഒരു യുക്തി ചിന്തയാണ് ഇബ്ലീസിനെ പഠിപ്പിച്ചത്. അല്ലാഹു തആല പറഞ്ഞ അവിടെ യുക്തിക്ക് സ്ഥാനമുണ്ടോ? അല്ലാഹു തആല പറഞ്ഞ അവിടെ യുക്തിക്ക് സ്ഥാനമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാള് കീഴ്വായി വിട്ട് ഉളു ഉറിഞ്ഞാല് ഇസ്ലാം എന്നത് അവിടെ കഴുകാനല്ല, മുഖം കഴുകാനാ പറയുന്നത്, കൈ കഴുകാനാ പറഞ്ഞത്, തല തടവാനാ പറഞ്ഞത്. അവിടെ യുക്തിക്ക് സ്ഥാനമില്ല. ഇബ്ലീസ് യുക്തിവാദിയായി മാറിയപ്പോൾ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. ആദരിക്കേണ്ടതിനെ ആദരിക്കണം. മുഅ്മിനുൽ ഈമാനി തഅദീമു മാ അല്ലമല്ലാഹ്. അതാണ് ഇസ്ലാമിന്റെ ഈമാനിന്റെ കാതലായ വശം. ആദരിക്കേണ്ടതിനെ ആദരിക്കണം. നോക്കൂ, നിങ്ങൾ ഹജ്ജ് കർമ്മത്തിന്റെ സമയം വരികയാണ്. ഹജ്ജിലുള്ള എ ടു സെഡ് ആദരവാണ്. ചെല്ലുമ്പോ തന്നെ കഅബ തവാഫ് ചെയ്യാനാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ചുറ്റാനാ പറയുന്നത്. ഇവിടെ ബിൽഡിംഗ് കുറവുണ്ടായതുകൊണ്ടാ ഇവിടെ ചുറ്റിയാ പോരെ? അല്ല, ആ ബിൽഡിംഗ് ഒരു സാധാരണ ബിൽഡിംഗ് അല്ല. ഒരുപാട് അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും മലായികത്തിന്റെയും പാദസ്പർശനമേറ്റ, കരങ്ങളുടെ സ്പർശനമേറ്റ, ചുംബനം കിട്ടിയ കഅബയാ. അതുകൊണ്ട് ആ കഅബ ചുറ്റിയേ പറ്റൂ. മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശറഫുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഒരു വിദഗ്ധകാരൻ ചിന്തിക്കുകയാണ്, അള്ളാഹുവോട് മാത്രമേ ദ്വാരക്കൂ എന്നാണ് കേരളത്തിൽ നിന്ന് വിമാനം കയറിയത്. ചെല്ലുമ്പോ തന്നെ കഅബ ചുറ്റാനാ പറഞ്ഞത്, ഇന്നെ കിട്ടൂല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹജ്ജ് ഉണ്ടാവൂല. അതുപോലെ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ആ കഅബയുടെ മുറ്റത്തുണ്ടല്ലോ മഖാം ഇബ്രാഹിം. ആ മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ, അഥവാ നമ്മുടെയും കഅബയുടെയും ഇടയിൽ മഖാം ഇബ്രാഹിം ആക്കിയിട്ട് ഒരു 2 റക്അത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണേ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. എന്തേ മഖാം ഇബ്രാഹിമിന്റെ ബഹുമാനം? കഅബ പുനർനിർമ്മാണം നടത്തുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടത്തേക്ക് ഒരു ലിഫ്റ്റ് പോലെ അള്ളാഹ് സംവിധാനിച്ചൊരു കല്ലുണ്ടായിരുന്നു. മുകളിലേക്ക് പോകാൻ ആ കല്ല് ഉയർന്നു കൊടുക്കും, താഴോട്ട് വരുമ്പോ കല്ല് താഴ്ന്നു കൊടുക്കും. അങ്ങനെ ആ കല്ലിൽ കയറി നിന്നപ്പോ അള്ളാഹു ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാല് ആ കല്ലിൽ പതിഞ്ഞു. ആ കല്ല് സൂക്ഷിക്കുന്ന ചില്ലിന്റെ ഗ്ലാസിന്റെ കൂടാണ് മഖാം ഇബ്രാഹിം. അഥവാ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പാദസ്പർശനമേറ്റ ആ കല്ലുള്ള സ്ഥലത്തിന്റെ പിറകിൽ വെച്ച് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ എന്ന് അല്ലാഹു പറയുമ്പോ
കേരളത്തിൽ നിന്ന് അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ എന്ന് വിശ്വസിച്ചു പോയ വിമാനത്തിൽ കയറിയ വഹാബിക്ക് മനസ്സറിഞ്ഞ് നിസ്കരിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഉസ്താദ്മാര് പറയില്ല, ഹജ്ജ് മനസ്സറിഞ്ഞിട്ടൊരു വിധത്തിൽ ചെയ്യാൻ കഴിയൂല. കാരണം അതല്ലാത്ത വേറെ എന്താ ഉള്ളത്? നിങ്ങൾ ആലോചിച്ചു. ഇനി സഫാ മറവ അത് കഴിഞ്ഞിട്ട് ശൈലുള്ളത് എന്താ? ഒരു കുന്നുമ്പോ ആ കുന്നുമ്മക്ക് പോവാ. ഇവിടെ എത്ര വലിയ കുന്നുണ്ട്, അങ്ങനെ പോയാൽ പോരെ. ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവിടെ പോയി ഈ കുന്നുമ്പോ ആ കുന്നുമ്മക്ക് ആ കുന്നുമ്പോ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം ആ രണ്ട് പാറകളും നമ്മളെ നാട്ടിലെ പാറകൾ പോലെയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഥ പറയാനുണ്ട് സഫാ മറുവക്ക്. ഹജറ ഉമ്മയുടെ കഥ പറയാനുണ്ട് സഫാ മറുവക്ക്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കഥ പറയാനുണ്ട് സഫാ മറുവക്ക്. ആ മഹാന്മാരായ അമ്പിയാക്കളും മൗലിയാക്കളുടെയും പാദസ്പർശനമേറ്റ മണ്ണാണ് സഫാ മറുവ കുന്നുകള്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന മുഅ്മിനീങ്ങളെ, അവിടെ സഈ ചെയ്യാതെ നിങ്ങൾക്ക് ഹജ്ജ് ഇല്ല കേട്ടോ. സംഭവം അങ്ങനെ തന്നെയാണ്. ഇനി എറിയാൻ പോയ അവിടെ അങ്ങനെ തന്നെയാണ്. ഞാൻ അതൊക്കെ കഴിയട്ടെ. അൽ ഹജ്ജു അറഫ, അറഫ മൈതാനത്തിൽ നോക്കി. ഈ നാട്ടിൽ തന്നെ ഇപ്പൊ ചൂട് കൂടുതലാണ്, അവിടെ ഇപ്പൊ ചൂടത്ത് പോയിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ കാരണം എത്ര പൈസ മുടക്കിയിട്ട് നിങ്ങൾ ആ ചൂടത്ത് ആ വലിയ ആ അറഫ മൈതാനിയിൽ ഒന്ന് നിൽക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ നാട്ടിലെ മൈതാനം പോലെയല്ല, നമ്മുടെ നാട്ടിലെ സ്ഥലം പോലെയല്ല. മറിച്ച് അവിടെ ആദം നബി അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോ ആദം മലയിൽ, അതേ സിലോണിലെ ആദം മലയിലാണ് ഇറങ്ങിയത്. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ജദ്ദയിലാണ്. അതാണ് ജദ്ദ എന്ന് വല്യമാന്ന് പേര് വന്നത് ജിദ്ദയാണ്. രണ്ടുപേരും കണ്ടുമുട്ടാൻ, രണ്ടുപേരോട് യാത്ര ചെയ്യാൻ അല്ലാഹ് ആവശ്യപ്പെട്ടു. രണ്ടുപേരും കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ, അഥവാ കണ്ടുമുട്ടി പരിചയം പുതുക്കിയ സ്ഥലം. ആ അറഫ മൈതാനിയില് അല്ലാഹ് തീരുമാനിക്കുന്നു, ഏറ്റവും ആദ്യത്തെ വല്ലിപ്പയും വല്ലിമ്മയും കൂട്ടിമുട്ടിയ സന്തോഷം പങ്കിട്ട ഇടമാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള അവിടുത്തെ പേരക്കുട്ടികള് കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും ആ മൈതാനിയിൽ കൂട്ടിമുട്ടട്ടെ, അവിടെ സംഗമിക്കട്ടെ. ഇതാണ് അറഫ മൈതാനിയുടെ ബഹുമാനം. അപ്പൊ ഹജ്ജിന്റെ എ ടു സെഡ് വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ വമിനൽ ഈമാനി തഅദീമു മാ അല്ലാഹ്, ആദരിക്കേണ്ടതിനെ ആദരിച്ചോളണം. അപ്പൊ സയ്യിദന്മാരെ ആദരിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം, കാരണവന്മാരെ ആദരിക്കണം, അതേ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം, ഭാര്യമാരോട് സ്നേഹം കാണിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ആദരവിന് ഇസ്ലാം വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിലെത്തുന്ന നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്റെ മഹാനവറുകൾക്ക് കിട്ടിയ ബഹുമാനം തന്റെ ജീവിതം മുഴുവനും മുത്തുനബിക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. നബി തങ്ങൾ എന്തു പറഞ്ഞോ മറുത്തൊരു വാക്കില്ല. ഹബീബായ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ മുന്നിൽ പറഞ്ഞു, മാനഫഅനി മാലു അഹദിൻ ഖത്തു മാനഫഅനി മാലു അബീ ബക്കരി. അബൂബക്കറിന്റെ സമ്പത്ത് എനിക്കും എന്റെ പ്രസ്ഥാനത്തിനും എന്റെ ദീനിനും ഉപകരിച്ചതുപോലെ വേറെ ഒരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. ഇത് പറയുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, നബിയേ വഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്. നബിയേ എന്തേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അബൂബക്കറിന്റെ മാല് അങ്ങനെ ഒരു മാലില്ല, അബൂബക്കറിന്റെ സമ്പാദ്യം അങ്ങനെ ഒരു സമ്പാദ്യം അബൂബക്കറിനില്ല. അബൂബക്കറിന് എന്തെങ്കിലും ഉണ്ടോ നബിയേ? അത് മുഴുവനും മുത്ത് നബിയുടേതാണ്. വഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്. അതുകൊണ്ട് നബിയേ ഇനി അങ്ങനെ പറയരുതേ, എന്റെ മാലി അങ്ങനെ ഒരു മാലില്ല. എന്തേ കാരണം? എല്ലാം മുത്തുനബിക്ക് സമർപ്പിച്ചതാണ്. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, നാളെ വരുമ്പോ എല്ലാവരും സംഭാവന കൊണ്ടുവന്നു തരണം.
റളിയല്ലാഹു അൻഹു നാളെ ഞാൻ സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കും. നല്ല മത്സരമാണ്, നല്ലൊരു മത്സരം വെക്കാലോ. മഹാനവറുകൾ പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പൊ നല്ല സമ്പത്തുണ്ട്, സിദ്ദീഖ് തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയമാണ്. അങ്ങനെ എല്ലാവരും പിറ്റേന്ന് സംഭാവന കൊണ്ടുവന്നു. ഓരോരുത്തരും മുത്തുനബിയുടെ മുന്നിൽ സമർപ്പിച്ചു. നബി തങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചു, മാ ബഖൈതലി അഹ്ലിക യാ ഉമർ, ഉമറേ നിങ്ങൾ കുടുംബത്തിന് എത്രയാണ് ബാക്കി വെച്ചത്? അവിടെ നിന്ന് പറഞ്ഞു, ഖുൽതു മിസ്ലഹു, നബിയെ ഇതിന്റെ പകുതി ഞാൻ കുടുംബത്തിന് വെച്ചിട്ടുണ്ട്, പകുതി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ, മാ ബഖൈതലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറേ നിങ്ങൾ എത്രയാണ് ബാക്കി വെച്ചത്? മാ അബ്ഖൈതു ലി അഹ്ലി ഇല്ലല്ലാഹ വറസൂലഹു, നബിയേ ഞാൻ അല്ലാഹുവിനെയും അവന്റെ തിരുദൂതരായ അങ്ങേയുമല്ലാതെ ഞാൻ എൻ്റെ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടില്ല.